അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായക ആനന്ദ നിലയ വര പരിപാലക ശ്രീ വെങ്കടേശ സ്ഥിത സംബന്ധ സേവാഭാഗ്യം ദേഹി മുകുന്ദ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായക ആനന്ദ നിലയ വര പരിപാലക. നമസ്കാരം, ലെറ്റ്സ് എക്സ്പ്ലോർ വിത്ത് ഗായത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗായത്രി. അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ കഥയൊക്കെ പറഞ്ഞിട്ട്. കഥ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണന്റെയും അതേപോലെ തന്നെ മഹാവിഷ്ണുവിന്റെയും അതേപോലെ തന്നെ വെങ്കിടാചലപതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കഥകൾ നമ്മുടെ ചാനലിൽ വന്നിട്ട് ഒരുപാട് നാളായില്ലേ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തിരുപ്പതി വെങ്കിടാചലപതിയുടെ കഥയായിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയ ഒരു ക്ഷേത്രമാണ് തിരുപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ കുബേരനോടുള്ള കടം തീർക്കാൻ എന്നുള്ള രീതിയിൽ കലിയുഗത്തില് ഭക്തന്മാര് ഭഗവാന് ഒരുപാട് അതായത് കിഴിപ്പണങ്ങളും അതേപോലെ തന്നെ സ്വർണം, വെള്ളി, വജ്രം ഇതൊക്കെ ഭഗവാനെ സമർപ്പിക്കാറുണ്ട് കേട്ടോ. എന്തിനധികം പറയണം, നമ്മുടെ മുടി അടക്കം ഭക്തന്മാരെ സമർപ്പിക്കാറുണ്ട് ഭഗവാന്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുബേര ഭഗവാനോടുള്ള കടം തീർക്കാൻ കലിയുഗം അവസാനം ആവുമ്പോഴത്തേക്കും കുബേര ഭഗവാനോടുള്ള കടം ഭഗവാൻ ഭക്തരിലൂടെ തീർത്തിരിക്കും എന്നാണ് വാക്ക് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് തിരുപ്പതിയിൽ ഇങ്ങനെയുള്ള നേർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. പക്ഷെ എങ്കിലും ഭഗവാന് നൈവേദ്യമായി കൊടുക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ഭഗവാനെ നൈവേദ്യം വെക്കുന്നത് മൺപാത്രത്തില് കുറച്ച് തൈരസാദമാണ്. അപ്പൊ അതെന്താണ് അങ്ങനെ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു കഥയാണ് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഭഗവാന് എല്ലാ ദിവസവും രാവിലെ മൺപാത്രത്തിൽ നൈവേദ്യം സമർപ്പിക്കുന്നത്? എത്രയെത്ര സ്വർണം, വെള്ളി, തളികയിലൊക്കെ എന്തൊക്കെ സമർപ്പിക്കാം, പക്ഷെ എങ്കിലും ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട നൈവേദ്യമാണ് മൺപാത്രത്തിലെ തൈരസാദം. അതെന്താണ്, അത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു കഥയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സോ അധികം താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ മൺപാത്രത്തിലെ തൈരസാദ സമർപ്പണത്തിന്റെ പിന്നില് ഭഗവാന്റെ ഭക്തവാത്സല്യത്തിന്റെ ഒരു കഥയുണ്ട്. അപ്പൊ ആ കഥ നമുക്ക് ഇന്ന് കേൾക്കാം കേട്ടോ. തിരുപ്പതി വെങ്കിടാചലത്തിൽ നിന്ന് 7 മൈലുകൾക്കപ്പുറം ഗുഡുവാക്കം എന്ന് പറയുന്ന ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിലാണ് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിരുന്ന ഒരു വ്യക്തി, അതായത് ഭീമ എന്ന പേരുള്ള ഒരു കുശവനും അദ്ദേഹത്തിന്റെ ഭാര്യയായ തമാലിനിയും താമസിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഗ്രാമത്തില് ഒരു ചെറിയ കുടിലായിരുന്നു അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ആ കുടിലിന് പുറത്ത് തന്നെ ചെറിയൊരു ഓല മേഞ്ഞ അതിന്റെ താഴെയായിരുന്നു ഭീമയും തമാലിനിയും മൺപാത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ മൺപാത്രങ്ങൾ വിറ്റാണ് അവരവരുടെ ദൈനംദിന ജീവിതത്തിനുള്ള മാർഗം കാണുന്നത്. പക്ഷെ ഭീമയും തമാലിനിയും വലിയ ഭക്തരാണെങ്കിൽ പോലും ഒരുപാടധികം പൂജകളോ മന്ത്രങ്ങളോ അങ്ങനെ ഒന്നും അവർക്ക് അറിയില്ലായിരുന്നു. അവരെന്നും ഭഗവാന്റെ നാമം ഉച്ചരിക്കാറുണ്ട്. അതേപോലെ തന്നെ അവർക്ക് അറിയുന്ന ലളിതമായ മന്ത്രങ്ങളാണ് എന്നും ഭഗവാനെ സ്മരിച്ച് ഭക്തിയോടുകൂടെ അവര് ചൊല്ലാറുണ്ടായിരുന്നത്. ഭീമയ്ക്കും തമാലിനിക്കും എന്തുമുള്ളൊരു ആഗ്രഹമായിരുന്നു തിരുപ്പതിയിൽ ചെന്ന് വെങ്കിടാചലപതി ബാലാജി ദർശനം ലഭിക്കണം എന്ന്. പക്ഷേ 7 മൈല് കടന്ന് ചെല്ലാനൊന്നും അവരുടെ സാമ്പത്തിക സ്ഥിതി അവരെ അനുവദിക്കുന്നില്ല. അപ്പോൾ ഭീമ കണ്ടെത്തിയ വഴിയാണ് മൺപാത്രം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കളിമണ്ണിൽ നിന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്ന ഭഗവാന്റെ വിഗ്രഹം ഉണ്ടാക്കിയെടുത്ത് അതിനെ പൂജാമുറിയിൽ സ്ഥാപിക്കാമെന്ന്. അവർ ചിന്തിച്ച പോലെ തന്നെ അവർ ചെയ്യുകയും ചെയ്തു. ഭീമയും തമാലിനിയും കൂടെ കളിമണ്ണ് ഉരുട്ടി സിംഹാരൂഢനായ ഭഗവാന്റെ ഒരു പ്രതിമ തന്നെ ഉണ്ടാക്കി അവരവരുടെ പൂജാമുറിയിൽ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് എല്ലാ ദിവസവും അവര് കളിമണ്ണ് കൊണ്ട് ഈ മൺപാത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്ന മുൻപ് തന്നെ അവരെന്ത് ചെയ്യും, ആ കളിമണ്ണിൽ നിന്ന് കുറച്ച് കളിമണ്ണ് എടുത്ത് ഒരു തുളസി ഇലയുടെ ആകൃതിയിൽ ഉണ്ടാക്കി ഭഗവാന്റെ കാൽക്കീഴിൽ സമർപ്പിക്കാറുണ്ട്. അതേപോലെ തന്നെ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന ആദ്യത്തെ പാത്രത്തിൽ, അതായത് ആദ്യത്തെ മൺപാത്രത്തിൽ അവര് കുറച്ച് തൈരസാദവും ഭഗവാന് സമർപ്പിക്കാറുണ്ട്. ഇത് അവരെ എല്ലാ ദിവസവും ഒരു മുടക്കവും വരാതെ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാര്യമായിരുന്നു. ഭഗവാന് കളിമണ്ണ് കൊണ്ടുള്ള തുളസിയില സമർപ്പിച്ചു. അതേപോലെ തന്നെ ആദ്യം ഉണ്ടാക്കുന്ന മൺപാത്രത്തിൽ തൈരസാദം സമർപ്പിച്ചായിരുന്നു അവരവരുടെ ദിവസം തന്നെ തുടങ്ങിയത്. തുടർന്ന് ഓരോ മൺപാത്രങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഗോവിന്ദ ഗോവിന്ദ എന്ന മന്ത്രം ചൊല്ലിയായിരുന്നു അവരവരുടെ കർമ്മങ്ങളിൽ ഏർപ്പെടാറുള്ളത്.
ഈ പ്രപഞ്ചത്തില് ഭക്തിയെ സംബന്ധിച്ചും പ്രാർത്ഥനകളെയും പൂജാവിധികളെയും സംബന്ധിച്ചും ഒരുപാട് അറിവുകളും ഒരുപാട് നിയമങ്ങളും ഉണ്ടല്ലേ. പക്ഷേ ഭീമയ്ക്കും തമാലിനിക്കും രണ്ടേ രണ്ട് അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഏതൊരു കർമ്മത്തിൽ ഏർപ്പെടുമ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, അതായത് സദാ ഈശ്വര സ്മരണയോടുകൂടെ നമ്മൾ ഏതൊരു കർമ്മത്തിലും ഏർപ്പെടണം എന്നുള്ളതും, അതേപോലെ തന്നെ ചെയ്യുന്ന കർമ്മം, അതായത് ചെയ്യുന്ന ജോലി ആത്മാർത്ഥതയോടുകൂടിയും സത്യസന്ധതയോടുകൂടിയും ചെയ്യണം എന്നായിരുന്നു രണ്ട് അറിവുകൾ. അതായത് ഭീമയ്ക്കും തമാലിനിക്കുമുള്ള രണ്ട് അറിവുകളും അതുപോലെ തന്നെ അവരവരുടെ ജീവിതത്തിൽ സൂക്ഷിച്ച രണ്ട് അറിവുകളായിരുന്നു ഇത്. അവരവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയതും ഈ ഒരു അറിവിനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു. അപ്പോ ഇങ്ങനെയായിരുന്നു ഭീമയുടെയും തമാലിനിയുടെയും ജീവിതം എന്ന് പറയുന്നത്. അവര് സദാ ഈശ്വര ചിന്തയിൽ ഏർപ്പെട്ട് തന്റെ കർമ്മം സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടി ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ നിത്യ ജീവിതത്തിനുള്ള വഴി അവരവരുടെ ചെയ്യുന്ന കർമ്മത്തിലൂടെ അവർക്ക് ലഭിക്കാറുമുണ്ടായിരുന്നു. ആ കാലഘട്ടത്ത് തൊണ്ടമാൻ ചക്രവർത്തിയായിരുന്നു ആ ഒരു സ്ഥലത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോ തിരുപ്പതി വെങ്കടാചലപതിയുടെ ക്ഷേത്രവും തൊണ്ടമാൻ ചക്രവർത്തിയുടെ അധീനതയിൽ തന്നെയായിരുന്നു. ചക്രവർത്തി ആവട്ടെ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അതേപോലെ തന്നെ രാജ്യത്തെയും സംബന്ധിച്ചുള്ള എന്ത് തീരുമാനം എടുക്കണമെങ്കിലും ഭഗവാനോട് വന്ന് അത് അറിയിച്ച്, അതായത് ഭഗവാനോട് ആ തീരുമാനം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മാത്രമേ ആ ഒരു തീരുമാനം ഫലപ്രാപ്തിയിലേക്ക് കൊണ്ടുവരുള്ളൂ. അങ്ങനെ അദ്ദേഹം ക്ഷേത്രത്തിൽ വരാറുണ്ടായിരുന്നു. ശ്രീകോവിലിന്റെ അകത്ത് വരെ അദ്ദേഹം കയറും. അതായത് പുരോഹിതന്മാര് നിൽക്കുന്ന ആ സ്ഥലം വരെ അദ്ദേഹം കയറും. ഭഗവാനെ കൺകുളിർക്ക ദർശനം ചെയ്യും. അതേപോലെ തന്നെ തന്റെ കാര്യങ്ങളെല്ലാം ഭഗവാന്റെ അടുത്ത് പറയും. അങ്ങനെയായിരുന്നു ഭഗവാനും ഭക്തനും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. അങ്ങനെ തൊണ്ടമാൻ ചക്രവർത്തി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു തന്റെ എല്ലാ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു പങ്ക് എന്ന് പറയുന്നത് ഭഗവാനും കൂടെ ഉള്ളതാണ് എന്ന്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും തൊണ്ടമാൻ ചക്രവർത്തി അമ്പലത്തിൽ വരുന്ന സമയത്ത്, അതായത് ക്ഷേത്രത്തില് ഭഗവാനെ ദർശനം ചെയ്യാൻ വരുന്ന സമയത്ത് സ്വർണം കൊണ്ട് ഒരു തുളസിയുടെ ഇല ഭഗവാനെ എന്നും സമർപ്പിക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് ഭഗവാനെ പൂജ ചെയ്യാനും എല്ലാത്തിനും ഉള്ള ഒരു അനുമതി ഭഗവാൻ തന്നെ തൊണ്ടമാൻ ചക്രവർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഭഗവാൻ കഴിഞ്ഞേ ഉള്ളൂ എല്ലാം. അതായത് ജീവിതത്തിലുള്ള ബാക്കി ഏത് ബന്ധങ്ങളും എന്ത് കാര്യങ്ങളും ഭഗവാൻ കഴിഞ്ഞേ ഉള്ളൂ എന്നുള്ളൊരു രീതിയിലേക്കായി തൊണ്ടമാൻ ചക്രവർത്തിയുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കെ തൊണ്ടമാൻ ചക്രവർത്തിയുടെ രാജ്യത്തിലെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം ഇങ്ങനെ നിറഞ്ഞ് ഒഴുകുകയാണ് കേട്ടോ. അതേപോലെ തന്നെ രാജാവിന്റെ കീർത്തി എന്ന് പറയുന്നതും മറ്റു രാജ്യങ്ങളില് ഭയങ്കര കേൾവിപ്പെട്ടതാണ്. അപ്പൊ തന്നെ തൊണ്ടമാൻ ചക്രവർത്തിക്ക് ഭയങ്കര ഒരു തോന്നലുണ്ടാവുകയാണ്. അതായത് തിരുപ്പതി വെങ്കടാചലപതിക്ക് താൻ കഴിഞ്ഞേ ഉള്ളൂ മറ്റാരും. അതായത് തൊണ്ടമാൻ ചക്രവർത്തി കഴിഞ്ഞേ തിരുപ്പതി വെങ്കടേശ്വരന് മറ്റാരും ഉള്ളൂ എന്ന്. അതായത് ഭൂമിയിലേക്ക് വെങ്കടാചലപതി വരുന്നത് തന്നെ തൊണ്ടമാൻ ചക്രവർത്തിയെ കാണാൻ വേണ്ടിയാണ്. അതായത് അചഞ്ചലമായ അദ്ദേഹത്തിന്റെ ഭക്തിയിൽ അദ്ദേഹത്തിന് ചെറിയൊരു അഹങ്കാരം തോന്നി തുടങ്ങുകയാണ് പിന്നീട് അങ്ങോട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാം അറിയുന്ന ഭഗവാൻ ഇതും അറിയുന്നുണ്ട്. അതായത് തൊണ്ടമാൻ ചക്രവർത്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തയെക്കുറിച്ചും ഭഗവാന് നല്ല ബോധ്യമുണ്ട് അല്ലേ. അപ്പൊ എല്ലാം മനസ്സിലാക്കുന്ന ഭഗവാൻ ഭക്തന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഈ ചിന്ത എന്തായാലും മാറ്റി കൊടുക്കുമല്ലോ. അതായത് ഭക്തന്മാരെ പ്രിയപ്പെട്ട ഒരു ദൈവമാണ് ഭഗവാൻ വെങ്കടാചലപതി. അതായത് ഭക്തവത്സലനാണ് അല്ലെ. അപ്പൊ ഭക്തന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു മോശമായ ചിന്ത അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിക്കാൻ പാടില്ലാത്തത് അദ്ദേഹം ചിന്തിച്ചു കഴിഞ്ഞാൽ അതെന്തായാലും ഭഗവാൻ മാറ്റി കൊടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ എല്ലാ ദിവസത്തെ എന്ന പോലെ തന്നെ ചക്രവർത്തി ഒരു സ്വർണ്ണ തുളസിയുമായി ഭഗവാനെ കാണാൻ വേണ്ടി ശ്രീകോവിലേക്ക് ചെല്ലാണ്. അങ്ങനെ മനസ്സിനുള്ളിലെ ഈ തോന്നലുകളും ഈ ചിന്തകളൊക്കെ ഉണ്ട് തൊണ്ടമാൻ ചക്രവർത്തിയുടെ. അതായത് ഞാനാണ് ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ടത്, അതായത് ഭഗവാന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഞാനാണ്, ഭഗവാൻ ഭൂമിയിലേക്ക് വരുന്നത് തന്നെ എന്നെ കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് എൻ്റെ മേലൊരു ഭക്തൻ എന്ന് പറയുന്നത് ഭഗവാൻ ഇല്ല. അതുകൊണ്ട് ഈ രാജ്യത്തിന് ഞാൻ രാജാവായി കിട്ടിയത് മഹാഭാഗ്യമാണ്. ഭഗവാൻ എന്തൊരു സ്നേഹമാണ് എന്നോട്. ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ മനസ്സിൽ വെച്ചാണ് തൊണ്ടമാൻ ചക്രവർത്തി ആ തുളസി സമർപ്പിക്കാൻ നോക്കുന്നത് കേട്ടോ. അങ്ങനെ എന്നിട്ട് എന്ന പോലെ തന്നെ തുളസി, സ്വർണം കൊണ്ടുള്ള തുളസി അദ്ദേഹം സമർപ്പിക്കുമ്പോഴാണ് ഭഗവാന്റെ പാദത്തിന്റെ താഴെ അദ്ദേഹം കാണുന്നത് കളിമണ്ണ് കൊണ്ടുള്ള ഒരു തുളസി. ഇത് കാണുമ്പോൾ തൊണ്ടമാൻ ചക്രവർത്തിക്ക് തോന്നാണ് ഇതാരാണ് ഭഗവാന്റെ അലങ്കൃതമായ പാദത്തിന്റെ താഴെ ഒരു കേവലം കളിമണ്ണ് കൊണ്ടുള്ള ഒരു തുളസി കൊണ്ടേ
വെച്ചിരിക്കുന്നത്. ഇത് എന്തിനാണ്, ഇത് ആരാണ് ചെയ്യുന്നത്, ഞാൻ ഉറപ്പായും ഇത് ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് ഇന്നുള്ള ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ച് അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് ആ ഒരു കളിമണ്ണ് കൊണ്ടുള്ള തുളസിയെ എടുത്തു മാറ്റാൻ ശ്രമിക്കുകയാണ്. അപ്പോഴതാ ഭഗവാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുകയാണ്, ചക്രവർത്തി നീ എന്താണ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ തൊണ്ടമാൻ ചക്രവർത്തിയോട് ഭഗവാൻ ചോദിക്കുകയാണ്, ഹേ ചക്രവർത്തി നീ എന്താണ് ഈ ചെയ്യുന്നത്? ഇത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു ഭക്തൻ എനിക്ക് സമർപ്പിച്ച കളിമണ്ണ് കൊണ്ടുള്ള തുളസിയാണ്. ഇത് എന്തിനാണ് നീ എടുത്ത് മാറ്റുന്നത്? നീ കൊണ്ടുവരുന്ന സ്വർണ്ണ തുളസിയെക്കാട്ടിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഇത് എന്ന്. ഇത് കേൾക്കുന്ന തൊണ്ടമാൻ ചക്രവർത്തിയുടെ മനസ്സിൽ ഉണ്ടായിരുന്ന അഹന്തയൊക്കെ അവിടെ അങ്ങനെ ശമിച്ചില്ലാതെ ആവുകയാണ് കേട്ടോ. ഭഗവാന്റെ കാൽക്കൽ വീണ് അദ്ദേഹം ക്ഷമ ചോദിക്കുകയാണ്. അതായത് കുറച്ച് സമയത്തേക്കെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ആ തോന്നലിന് ക്ഷമ ചോദിക്കുകയാണ് ഭഗവാനോട്. എന്നിട്ട് ചോദിക്കുകയാണ്, ഈശ്വരനോട് ചോദിക്കുകയാണ്, ആരാണ് ഇത്രയും അചഞ്ചലമായ ഭക്തി അങ്ങയിൽ വെച്ച് പുലർത്തുന്നത്? ആരാണ് അത്രയും ശ്രേഷ്ഠനായ ആ വ്യക്തി? അതായത് തന്നേക്കാൾ കൂടുതൽ ഭഗവാനോട് ഭക്തി അർപ്പിക്കുന്ന വ്യക്തി ആരാണ് എന്നറിയാൻ തൊണ്ടമാൻ ചക്രവർത്തിക്ക് ഏറെ ആകാംക്ഷയായിട്ടോ. ഭഗവാന്റെ പ്രിയ ഭക്തനെ കാണാൻ തൊണ്ടമാൻ ചക്രവർത്തിക്ക് ഏറെ ആകാംക്ഷയും ആഗ്രഹവും കൊതിയൊക്കെ ആവുകയാണ് കേട്ടോ. അപ്പൊ ആ ആഗ്രഹത്തിന്റെ മേലെയാണ് തൊണ്ടമാൻ ചക്രവർത്തി ഭഗവാനോട് ചോദിക്കുന്നത്, ആരാണ് ഈശ്വര അങ്ങയുടെ ഏറ്റവും പ്രിയ ഭക്തൻ എന്ന്? അദ്ദേഹത്തിനെ എനിക്ക് കാണാൻ വളരെയധികം ആഗ്രഹമുണ്ട് എന്നാണ് ചക്രവർത്തി ഭഗവാനോട് പറയുന്നത്. അപ്പോൾ ഭഗവാൻ പറയണ, ഇവിടുന്ന് അതായത് തിരുപ്പതിയിൽ നിന്ന് 7 മൈലുകൾക്ക് അപ്പുറം ഗുഡുവാക്കം എന്നൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ ഭീമ എന്നൊരു കുശവനും അദ്ദേഹത്തിന്റെ ഭാര്യയായ തമാലിനിയും താമസിക്കുന്നുണ്ട്. മൺപാത്രങ്ങൾ ഉണ്ടാക്കുകയാണ് അവരുടെ ജോലി എന്നുള്ളത്. അവരാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാർ. അതേപോലെ തന്നെ നിനക്ക് അവിടെ ചെന്നാൽ അവരെങ്ങനെയാണ് എന്നെ ഭക്തിയോട് കൂടി കാണുന്നത് എന്ന് കൃത്യമായി മനസ്സിലാവുമെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇത് കേൾക്കുന്ന രാജാവ് ഒറ്റയ്ക്ക് തന്റെ കുതിരയും എടുത്ത് അപ്പൊ തന്നെ ഭീമയും തമാലിനെയും കണ്ടുപിടിക്കാനുള്ള യാത്രയിലേക്ക് ഇറങ്ങി കേട്ടോ. അങ്ങനെ 7 മൈലുകൾക്ക് അപ്പുറം സഞ്ചരിച്ച് കുതിരപ്പുറത്ത് ഒറ്റയ്ക്ക് രാജാവ് ഇങ്ങനെ ചക്രവർത്തി ഇങ്ങനെ സഞ്ചരിച്ച് അങ്ങനെ ഭീമയുടെയും തമാലിനിയുടെയും കുടില് കണ്ടെത്തുകയാണ് കേട്ടോ. അങ്ങനെ അത് കണ്ടെത്തിയ ആ സമയം തന്നെ ചക്രവർത്തി ഒരുപാട് അവശനായി കുതിരപ്പുറത്ത് നിന്ന് ഭീമയുടെയും തമാലിനിയുടെയും ആ കുടിലിന്റെ മുന്നിൽ എത്തിയപ്പോഴത്തേക്കും അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് തളർന്ന് വീഴാൻ തുടങ്ങി. ഭീമയും തമാലിനിയും കുടിലിന്റെ പുറത്ത് ചെറിയൊരു ഓല മേഞ്ഞതിന്റെ താഴെ ഇരുന്നാണല്ലോ പാത്രങ്ങൾ, അതായത് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നത്. അവര് രാജാവ് ഇങ്ങനെ കുതിരപ്പുറത്ത് തളർന്ന് വീഴുന്നത് കണ്ട് ഓടിയെത്തി രാജാവിനെ എടുത്തോണ്ട് പോയി കുടിലിനകത്ത് കൊണ്ടുപോയി വെള്ളമൊക്കെ കൊടുത്തു കേട്ടോ. അപ്പൊ വെള്ളമൊക്കെ കുടിക്കുന്ന അവരുടെ കയ്യിൽ നിന്ന് വെള്ളമൊക്കെ വാങ്ങി കുടിക്കുന്ന രാജാവിന് കുറച്ച് ആശ്വാസമാവുകയാണ്. അതായത് ആ യാത്രാ ക്ഷീണത്തിൽ നിന്ന് അദ്ദേഹം കുറച്ച് ഒന്ന് ഇതായി വരികയാണ്, ഭേദപ്പെട്ട് വരികയാണ് അദ്ദേഹം ചെയ്യുന്നത്. പിന്നീട് തമാലിനി അവരുടെ വീട്ടിലുണ്ടാക്കിയ തൈര് സാദം മൺപാത്രത്തില് അദ്ദേഹത്തിന് നൽകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭീമയുടെയും തമാലിനുടെയും കുടിലിരുന്നായിരുന്നു അദ്ദേഹം, അതായത് തൊണ്ടമാൻ ചക്രവർത്തി ഭക്ഷണവും വെള്ളവും ഒക്കെ കുടിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോഴാണ് അദ്ദേഹം കാണുന്നത് പൂജാമുറിയിൽ വലിയൊരു വിഗ്രഹം, അതായത് സിംഹാരൂഢനായ വെങ്കിടാചലപതിയുടെ വലിയൊരു പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ അദ്ദേഹം അകത്ത് ചെന്ന് ചോദിച്ചു, ഇത് ആരാണ് ഈ വിഗ്രഹം ഉണ്ടാക്കിയത്, അതായത് ഈ പ്രതിമ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഭീമയും തമാലിനിയും പറയുന്നത്, ഞങ്ങളുടെ ഏറെ കാലത്തെ ആഗ്രഹമായിരുന്നു തിരുപ്പതിയിൽ ചെന്ന് വെങ്കിടാചലപതിയെ ദർശിക്കണം എന്നുള്ളത്. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടും അതേപോലെ തന്നെ യാത്രാ ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഞങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങള് ഭഗവാനെ പൂജിക്കാനായി ഉണ്ടാക്കിയ വിഗ്രഹമാണിത് എന്ന്. അപ്പോഴാണ് അതിന്റെ താഴെ ശ്രദ്ധിക്കുമ്പോഴാണ് ഭഗവാന്റെ പാദത്തില് സ്വർണം, അതായത് അദ്ദേഹം സ്വർണം കൊണ്ടുള്ള ഒരു തുളസി സമർപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടെ ഭീമ കളിമണ്ണ് കൊണ്ടുള്ള ഒരു തുളസിയും സമർപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മൺപാത്രത്തിൽ തൈര് സാധനവും സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കാണുന്ന തൊണ്ടമാൻ ചക്രവർത്തി ഏറെ അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ തൊണ്ടമാൻ ചക്രവർത്തി അവരോട് പറയുകയാണ്, നിങ്ങൾ ഇവിടെ സമർപ്പിച്ച ഈ കളിമണ്ണ് കൊണ്ടുള്ള ഈ ഒരു തുളസി ഭഗവാനെ ഏറെ പ്രിയപ്പെട്ടതാണ്. ഞാനത് അവിടെ തിരുപ്പതിയില് വെങ്കിടാചലപതിയുടെ പാദത്തിന്റെ താഴെ ഇരിക്കുന്നത് കണ്ട വ്യക്തിയാണ് ഞാന്. അതായത് ഭഗവാൻ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തർ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേര് തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ഇത് കേൾക്കുന്ന ഭീമയും തമാലിനെയും അത്ഭുതപ്പെട്ടു പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്.
ഇത് കേൾക്കുന്ന ഭീമയ്ക്കും തമാലിനിക്കും ഏറെ സന്തോഷവും അതേപോലെ തന്നെ സങ്കടവും അതേപോലെ ആശ്ചര്യവുമാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നത്. അവര് ചക്രവർത്തിയോട് പറയാറുണ്ട്, ഞങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എന്നും ഭഗവാനെ സ്മരിക്കാറുണ്ട്, അത് മാത്രമേ ഞങ്ങൾ എന്നും ചെയ്യാറുള്ളൂ. അതായത് വലിയ വലിയ മന്ത്രങ്ങളും പൂജാവിധികളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ എന്നും ചെയ്യാറുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എന്നും കർമ്മത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് കളിമണ്ണ് കൊണ്ട് കുറച്ച് കളിമണ്ണ് എടുത്ത് ഒരു ചെറിയ തുളസിയുടെ ഇല ഉണ്ടാക്കി ഭഗവാന്റെ കാൽക്കീഴിൽ സമർപ്പിക്കും. അത് മാത്രമല്ല, ആദ്യം ഉണ്ടാക്കുന്ന മൺപാത്രത്തിൽ ഭഗവാൻ എന്നും തൈര് സാധം മാത്രമേ സമർപ്പിക്കാറുള്ളൂ. വേറെ ഒന്നും ഞങ്ങൾ ചെയ്യാറില്ല. ഞങ്ങളുടെ ജോലിയിൽ ഏർപ്പെടുമ്പോൾ ഇടയ്ക്ക് ഞങ്ങൾക്കാവുന്ന രീതിയിലുള്ള ഗോവിന്ദ നാമ സങ്കീർത്തനങ്ങൾ ചെല്ലാറുണ്ട് എന്നുള്ളത് മാത്രമേ ഞങ്ങൾ ചെയ്യാറുള്ളൂ. തിരുപ്പതിയിൽ ചെന്ന് ഭഗവാനെ കാണണം എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. പക്ഷെ അത് ഇതുവരെ ഞങ്ങൾക്ക് സാധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് തൊണ്ടമാൻ ചക്രവർത്തിയോട് ഭീമയും തമാലിനിയും പറയുന്നത്. ഇത് കേൾക്കുന്ന തൊണ്ടമാൻ ചക്രവർത്തിക്ക് മനസ്സിലാവുകയാണ്, അതായത് അഹന്തയില്ലാതെ തൻ്റെ കർമ്മത്തിൽ ആത്മാർത്ഥതയോടുകൂടിയും ഈശ്വര ചിന്തയിലൂടെയും ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിയും ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന്. അതായത് ഈശ്വരന്റെ മുന്നിൽ ഭക്തിയേക്കാൾ വലുതായി വേറെ ഒന്നും തന്നെ ഇല്ല എന്ന് തൊണ്ടമാൻ ചക്രവർത്തി ആ ഒരു സമയത്ത് സ്മരിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതെല്ലാം നടക്കുന്ന ആ സമയത്താണ് അവർ 3 പേരും വലിയൊരു ചിറകടി ശബ്ദം കേൾക്കുകയാണ്. അപ്പൊ എന്താണ് എന്നറിയാൻ വേണ്ടി ഇവർ 3 പേരും കുടിലിന് പുറത്തിറങ്ങുമ്പോൾ അത് എന്താണ് കാണുന്നത്? ആകാശത്ത് നിന്ന് അലമേലു അങ്കമ്മയുടെ കൂടെയും ശ്രീനിവാസ അങ്കമ്മയുടെയും കൂടെയും സമേതനായി തിരുപ്പതി വെങ്കിടാചലപതി അതാ ഗരുഡന്റെ പുറത്തേറിയാണ് ഭീമയുടെയും തമാലിനുടെയും കുടുംബത്തിലേക്ക്, അതായത് ആ ചെറിയ കുടിലിലേക്ക് ഭഗവാൻ എത്തുന്നത്. ഇത് കാണുന്ന ഭീമയും തമാലിനിയും ആകെ അതിശയിച്ചും അതേപോലെ തന്നെ അവരുടെ ഭക്തി എന്ന് പറയുന്നത് അവരുടെ കണ്ണുകളിൽ നിന്ന് വരുന്ന അശ്രുവായി മാറുകയാണ്. നിറ കണ്ണുകളോടുകൂടെയാണ് ഭീമയും തമാലിനിയും അവിടെ നിൽക്കുന്നത്. അതായത് പത്നി സമേതനായ ഭഗവാനെ അവരുടെ മുന്നിൽ, അതായത് അവരുടെ ജീവിതത്തിൽ കാണുമെന്നുള്ളത് അവർ വിചാരിച്ചത് പോലുമില്ല. അതായത് അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അവരെ എന്നും ഒരു ലളിതമായ ഒരു ഭക്തരായിട്ട് മാത്രമേ അവർ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ അവരൊരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരിൽ ഒരാളാണ് ഭീമയും തമാലിനിയും എന്ന്. അങ്ങനെ അതാ ഭഗവാൻ ശ്രീനിവാസൻ അവരുടെ ആ ഭവനത്തിന്റെ മുന്നിൽ എത്തിയിട്ടോ. ഭഗവാനെ കാണുന്ന ഭീമയും തമാലിനിയും സാഷ്ടാംഗം പ്രണമിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ കണ്ണുകളിൽ നിന്ന് അശ്രു പൊഴിയുകയാണ് ചെയ്യുന്നത്. അതായത് അവർക്ക് ആ നടക്കുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അവർ ഓടിച്ചെന്ന് മൺപാത്രത്തിൽ തൈര് സാധം എടുത്തിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുന്ന തൊണ്ടമാൻ ചക്രവർത്തി ഏറെ അത്ഭുതപ്പെട്ടാണ് നോക്കി നിൽക്കണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ തമാലിനി സമർപ്പിക്കുന്ന ആ തൈര് സാധം ഭഗവാൻ ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നത് കാണുന്ന തൊണ്ടമാൻ ചക്രവർത്തിക്ക് ഏറെ അത്ഭുതമാണ് ഉണ്ടാവുന്നത്. ഇവർ 2 പേരെയും ഭഗവാനെ ഏറെ പ്രിയപ്പെട്ടതാണ് എന്നുള്ളത് തൊണ്ടമാൻ ചക്രവർത്തിക്ക് ഇത്രയേറെ മനസ്സിലാവാൻ വേറൊരു ഉദാഹരണം ഇല്ല എന്ന് വേണം പറയാൻ. അപ്പോൾ തൊണ്ടമാൻ ചക്രവർത്തി പറഞ്ഞു, ഒരുപാട് നന്ദിയുണ്ട് ഭഗവാനെ, ഇത്രയേറെ അചഞ്ചലമായ ഭക്തി വെച്ച് പുലർത്തുന്ന വ്യക്തികളെ നീ എൻ്റെ മുന്നിൽ കാണിച്ചുവല്ലോ എന്ന്. അത് മാത്രമല്ല, യഥാർത്ഥ ഭക്തി എന്താണ് എന്നുള്ളത് ഇവരിലൂടെയാണ് എനിക്ക് മനസ്സിലായത് എന്ന്. ഭഗവാനെ കണ്ട മാത്രയിൽ ഗോവിന്ദ ഗോവിന്ദ എന്ന് മാത്രം പറഞ്ഞു നിൽക്കുന്ന ഭീമയുടെയും തമാലിനുടെയും അടുത്ത് ചെന്ന് ഭഗവാൻ പറഞ്ഞു, ഈ എന്താണ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്ന്. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഒന്നും തന്നെ ആവശ്യപ്പെടാനില്ല എന്നും അതേപോലെ സദാ കർമ്മങ്ങളിൽ ഏർപ്പെട്ട് ഭഗവത് ചിന്തയോടുകൂടെ ജീവിച്ച് മരിക്കണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹമെന്നുമാണ് ഭീമയും തമാലിനിയും ഭഗവാനോട് പറയുന്നത്. അപ്പോഴാണ് ഭഗവാൻ പറയുന്നത്, ഇനി ഈ ഭൂമിയിൽ നിങ്ങളുടെ കർമ്മങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു എന്ന്. അതായത് സദാസമയം നിങ്ങൾ ഏർപ്പെടുന്ന കർമ്മത്തിൽ എന്നെ സ്മരിച്ചുകൊണ്ടാണ് നീ നിന്റെ ഓരോ കർമ്മവും ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടുകൂടിയുമാണ് നീ നിന്റെ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സമർപ്പണ ബോധം എന്ന് പറയുന്നത് നിങ്ങൾ 2 പേരുടെയും മുദ്ര തന്നെ ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി എന്നോടൊപ്പം വൈകുണ്ഠത്തിൽ വസിക്കാം. അതുകൊണ്ട് ഭൂമിയിലുള്ള കർമ്മങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾ എന്നോടൊപ്പം വൈകുണ്ഠത്തിലേക്ക് വരൂ എന്ന്.
അങ്ങനെ ഭഗവാൻ അവരോട് പറയുകയാണ്, ഇനി നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു ജന്മമില്ല എന്ന്, നിങ്ങളുടെ ആത്മാവ് വൈകുണ്ഠത്തിൽ എന്നോടൊപ്പം വസിക്കുമെന്നാണ് ഭഗവാൻ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ വരദാനം. അതായത് ഒരു മനുഷ്യന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഭഗവത് സന്നിധിയിൽ ലയിച്ചു ചേരുക എന്നുള്ളത്. ആ ഭാഗ്യമാണ് ഭീമയുടെയും തമാലിന്റെയും ആത്മാവിനെ ലഭിക്കാൻ പോകുന്നത്. ഇത് കേൾക്കുന്ന തൊണ്ടമാൻ ചക്രവർത്തിക്ക് ഏറെ അതിശയവും സന്തോഷവും അതേപോലെ തന്നെ യഥാർത്ഥ ഭക്തി എന്താണ് എന്നുള്ളൊരു കാര്യവും അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുകയാണ്. അങ്ങനെ ഭീമയുടെയും തമാലിന്റെയും ആത്മാവിനെ ഭഗവാൻ അങ്ങനെ കൈപിടിച്ച് കയറ്റാണ് തൻ്റെ വാഹനമായ ഗരുഡന്റെ മേലെ. അപ്പൊ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന തൊണ്ടമാൻ ചക്രവർത്തിക്ക് കണ്ണിൽ നിന്ന് അശ്രു ഇങ്ങനെ പൊഴിയുകയാണ്. അപ്പോൾ അവരുടെ ശരീരം മാത്രം അങ്ങനെ ഭൂമിയിൽ കടക്കുകയാണ്. അവരുടെ ആത്മാവ് വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ് ഭഗവാന്റെ കൂടെ. ഇത് കണ്ടു നിൽക്കുന്ന തൊണ്ടമാൻ ചക്രവർത്തിയുടെ മനസ്സിലൂടെ വരുന്ന കാര്യമാണ്. അതായത് ഈ ചെറുകുടിലിൽ ഇരുന്നാണ് ഭഗവാനെ അവർ ഇത്രയേറെ പ്രീതിപ്പെടുത്തിയത്. അപ്പോൾ ഭക്തിയുടെ സ്ഥാനം എന്താണ്, അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തില് ഭക്തിയുടെ സ്ഥാനം എത്രയാണ്, അതും എങ്ങനെയൊക്കെ ഇരുന്ന ഒരു വ്യക്തി ഏറ്റവും വലിയ ഭക്തനാവാം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഭീമയും തമാലിനിയും. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാരായ ഭീമയുടെയും തമാലിന്റെയും ഓർമ്മയ്ക്കായിട്ടാണ് തൊണ്ടമാൻ ചക്രവർത്തി ഈ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം കൊട്ടാരത്തിലേക്ക് പോവുകയാണ് ഉണ്ടാവുന്നത്. അവിടെ നിന്ന് ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര അധികാരികളെയും അതേപോലെ തന്നെ പുരോഹിതന്മാരോടുമായി ചക്രവർത്തി പറയുണ്ടായി, ഇനി എല്ലാ ദിവസവും ഭഗവാന് ആദ്യത്തെ നൈവേദ്യം എന്ന് പറയുന്നത് മൺപാത്രത്തിൽ തൈര് സാദമായിരിക്കണം. അതേപോലെ തന്നെ എല്ലാ ദിവസവും കളിമണ്ണ് കൊണ്ട് ഒരു തുളസി ഇല ഉണ്ടാക്കി ഭഗവാനെ സമർപ്പിക്കുകയും ചെയ്യണം. ഇതായിരിക്കണം എല്ലാ ദിവസവും തിരുപ്പതിയിൽ ചെയ്യേണ്ട നൈവേദ്യം, അതായത് സമർപ്പിക്കേണ്ട നൈവേദ്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഈ മൺപാത്രം മാറ്റുകയും ചെയ്യണം. ഇതായിരുന്നു തൊണ്ടമാൻ ചക്രവർത്തിയുടെ ഉത്തരവ്. ഈ ഉത്തരവ് ഇന്നും ഈ ഒരു കാലഘട്ടത്തിലും ഭഗവാന് പിന്തുടർന്ന് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇന്നും തിരുപ്പതിയിൽ ആദ്യം സമർപ്പിക്കുന്ന നൈവേദ്യം എന്ന് പറയുന്നത് മൺപാത്രത്തിലുള്ള കുറച്ച് തൈര് കുഴച്ച ചോറാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ കളിമണ്ണ് കൊണ്ടുള്ള ചെറിയൊരു തുളസിയുടെ ഇലയും ഭഗവാന് സമർപ്പിക്കാറുണ്ട്. ഭഗവാന്റെ മുന്നിൽ പണ്ഡിതനെന്നോ പാമരനെന്നോ ഇല്ല. അതായത് അചഞ്ചലമായ ഭക്തി, നിഷ്കളങ്കമായ ഭക്തി വെച്ചു പുലർത്തുന്ന ഏത് വ്യക്തിയും ഭഗവാനെ ഏറെ പ്രിയപ്പെട്ടതാണ്. അതേപോലെ തന്നെ സത്യസന്ധതയോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയും തൻ്റെ കർമ്മങ്ങളിൽ എന്നും ഏർപ്പെടുന്ന വ്യക്തിയെ ഭഗവാൻ ഒരിക്കലും കൈവിടുകയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഭീമയുടെയും തമാലിനുടെയും കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. അതായത് ഭക്തി മാത്രം മുറുകിൽ പിടിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യ ജന്മത്തിന് ഒരു അർത്ഥവുമില്ല. ആ ഭക്തിയോടുകൂടി, അചഞ്ചലമായ ഭക്തിയോടുകൂടി എന്നും ഈശ്വര സ്മരണയോടുകൂടെ തൻ്റെ കർമ്മത്തിൽ നിരന്തരം ഏർപ്പെടുക എന്നുള്ളതാണ് ഒരു മനുഷ്യ ആയുസ്സിൽ ഒരു വ്യക്തി ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അതിലൂടെ സ്വർഗപ്രാപ്തി വരെ നേടാമെന്ന് ഭീമയും തമാലിനിയും തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കഥ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കഥ വളരെ ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ അറിവിൽ നിന്നാണ് ഞാനിത് പറഞ്ഞു തന്നത്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനലിൽ ഒരുപാട് കഥകൾ ഉണ്ടാവും, നിങ്ങൾ കാത്തിരിക്കണം. അപ്പോൾ ഇന്നത്തേക്ക് വിടാം. ഗോവിന്ദ ഗോവിന്ദ.